ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചിക്കൻ പാർട്സ്, അതായത് ചിക്കൻ്റെ കൂമ്പും കരളും കിട്ടിയിട്ടുണ്ട്. അവനെ നമുക്ക് കുരുമുളകൊക്കെ ഇട്ടൊന്ന് പുരട്ടിയെടുത്താലോ. അപ്പം നമുക്ക് 1 കിലോ കൂമ്പും കരളുമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂമ്പും കരളും നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കുരുമുളക് ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിലെയും കുരുമുളകിൻ്റെ ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരമായിരിക്കും. ചിലയിടത്ത് നല്ല ഗുണവും മണമൊക്കെ കാണും. ഇവിടെ നമുക്ക് ഈ ഒരു കുരുമുളകിന് നല്ല ഫ്ലേവർ ഉണ്ട്, പക്ഷേ എരിവ് കുറവാണ്. അത് കാരണം കുരുമുളകൊക്കെ നമ്മുടെ നാടിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഗുണമൊക്കെ അനുസരിച്ച് എല്ലാവരും ഇടുക. അടുത്തതായിട്ട് മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, കാശ്മീരി ചില്ലിയല്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടംപോലെ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക്, നാടൻ കറിവേപ്പില, നാടനാണ്, തനി നാടൻ കറിവേപ്പില. ഇതിനെ എല്ലാം കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു കാര്യം ഇടാൻ മറന്നായിരുന്നു, കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലതായിരിക്കും. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ. ഓൾറെഡി ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. നമുക്ക് പിന്നെ ഒരു 4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ 4 വിസിലെന്നുള്ളത് 5 വിസിലാക്കിയിട്ടുണ്ട്. കാരണം ഇച്ചിരി വേവുള്ള സാധനമാണ്. ലിവർ ഓക്കെ, പക്ഷേ എൻ്റെ കൂമ്പ് ഇച്ചിരി വേവുള്ളതായതുകൊണ്ട് നമ്മൾ 4 എന്നുള്ളത് 5 ആക്കിയിട്ടുണ്ട്. കാരണം ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് അത് നമുക്കറിയാമല്ലോ നമ്മുടെ അതിൻ്റെ ഒരു വേവ്, അതനുസരിച്ച് എല്ലാവരും വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ പെരട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 3 കറി സൈസ് സവാള കൊത്തി അരിഞ്ഞത് അതിലേക്ക് മിക്സ് ചെയ്യാം. സവാളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിക്ക് കളർ കിട്ടാൻ വേണ്ടി അല്പം മുളക് പൊടി, അല്പം മല്ലിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണയും കൂടെ ചേർക്കാം. എണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവർ ഇതിലോട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ലിവർ ആഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം എണ്ണയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കുക. എണ്ണ കൂടുമ്പോൾ ടേസ്റ്റ് കൂടും. വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലിവർ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വഴറ്റുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിനൊരു മണവും അറിയാമല്ലോ, ലിവർ കഴിക്കുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കുക്കറിൽ നിന്ന് ആ വെള്ളമായിട്ട് വിത്ത് ഗ്രേവിയായിട്ട് ഡയറക്റ്റ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്കത് ഇഷ്ടമല്ല, അങ്ങനെ ഡയറക്റ്റ്. ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ കഴിക്കാവുന്നതാണ്, ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഒഴിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രേവിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിവറിൻ്റെ സ്റ്റോക്ക് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്കാണ്. നമ്മൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയൊക്കെ, ഇപ്പോൾ തന്നെ ഗ്രേവി കുറവാണ്, എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. എത്രയും വറ്റിച്ചെടുക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും. നമ്മുടെ കറിയൊക്കെ കുറുകി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി
അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ വരട്ട് സെറ്റായിട്ടുണ്ട്. ചേട്ടൻ്റെ സ്പെഷ്യൽ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എന്നിട്ട് ഞാൻ എന്താ അഭിപ്രായം പറയാം. ചൂടുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കപ്പയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി സൂപ്പറായിരിക്കും. കുറച്ച് കപ്പ വാങ്ങിച്ച് പുഴുങ്ങിയാൽ എന്താടാ, കൊള്ളാം കേട്ടോ, അടിപൊളിയാ. ഗ്രേവി പൊളിച്ചു. നമുക്ക് കുറച്ച് രോഗത്തിനോട് നോക്കാം. എന്താ പറയാറ് ഓക്കെ. കൊള്ളാം, സൂപ്പറാ. അടുത്ത നമുക്ക് ഹൃതികയ്ക്ക് കൊടുക്കാവേ. ഹൃതിക ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു. എങ്ങനെയുണ്ട് ഹൃതിക? ഇഷ്ടപ്പെട്ടോ? കപ്പയുടെ പങ്കേക്കാൻ കപ്പയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ്. കപ്പ വാങ്ങിക്കണം. അന്നേരം മക്കൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രഞ്ജിത്താരുടെ സ്പെഷ്യൽ ലിവർ റോസ്റ്റ്. അന്നേരം അവർ രണ്ടുപേരും പറയുന്നത് നമുക്ക് കപ്പ വാങ്ങിച്ച് കുഴയ്ക്കാന്ന് പറയുന്നത്. അപ്പൊ വൈകിട്ട് എന്തായാലും കപ്പയൊക്കെ സെറ്റ് ആക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്തായാലും ചെയ്യണ്ടേ? ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും ചെയ്യുക.